ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണത്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ആവും. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ എല്ലാം ദിവസം ഓൾമോസ്റ്റ് മെസ്സേജസ് ഇടാറുണ്ട്. അവിടെയും വേണിച്ചാൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് മെസ്സേജസ് വരണേ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 5 of Pentacles. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി 3 of Wands ആണ്. നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേജ് ഓഫ് വാൻഡ്സ്. ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഇവിടെ 9 of Pentacles ആണ്. നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് Ace of Pentacles. ഈ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് Wheel of Fortune. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ Queen of Cups ആണ്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 7 of Swords ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 5 of Cups. നിങ്ങളുടെ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ 10 of Pentacles. ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം. അപ്പോൾ ഏരീസ്, ഇവിടെ 5 of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ലോസിന്റെ എനർജിയാണ്. ആക്ച്വലി ഒരു നെഗറ്റീവ് എനർജിയാണ് 5 of Pentacles. ഒരു ലോ സെൽഫ് കോൺഫിഡൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം എവിടെയോ നിങ്ങൾക്ക് ആ വേണ്ട മാതിരി അറ്റൻഷൻ കിട്ടണില്ല നിങ്ങളുടെ പേഴ്സന്റെ അടുത്തുനിന്ന്. ആ വേണ്ട മാതിരി എനർജി കിട്ടണില്ല ഈ പേഴ്സന്റെ അടുത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ കുറച്ച് ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഈ പേഴ്സൺ നിങ്ങളെ ആ അറ്റൻഷൻ, ആ ലവ് തരുന്നില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട് ഈ മാസം. എന്തോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വഴക്കുണ്ടായിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ കാരണം ഇവിടെ കാര്യങ്ങൾ കുറച്ച് സ്ലോ മൂവിങ് ആണ്. ഒന്നും മുമ്പോട്ട് പോണില്ല, പ്രോഗ്രസ് ഇല്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി 3 of Wands ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി ഒരു ശരിയായ സമയത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഇല്ലാച്ച നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് മെസ്സേജോ കോളോ വേണം എന്ന് അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും അവർ. അതുകൊണ്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവണേ. 8 of Cups ഇവിടെ വാക്കിംഗ് അവേയുടെ എനർജിയാണ്. അപ്പോൾ തൽക്കാലം ഒരു ടെമ്പററി ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഈ പേഴ്സൺ മേ ബി ശരിയായ സമയത്തിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ എന്തോ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് ഇപ്പോൾ അവർ. ഈ പേഴ്സൺ മേ ബി കുറച്ച് ദൂരം ഡിസ്റ്റൻസിൽ താമസിക്കുന്നുണ്ടാവും. അവർക്ക് ട്രാവൽ ചെയ്തിട്ടും വരേണ്ടി വരും. അങ്ങനത്തെ ഒരു എനർജിയും ആവാം. അതുകൊണ്ടും മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആയിരിക്കാം. പക്ഷെ കറന്റ് സിറ്റുവേഷൻ ഞാൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കാണുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. ഒരു എക്സൈറ്റ്മെന്റിന്റെ എനർജിയാണ്. പക്ഷെ ഒരു പുതിയ റിലേഷൻഷിപ്പിന്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് ഒരു എപ്പോളജിയുടെ എനർജിയാണ്. സൺ ഇവിടെ ക്ലാരിറ്റി ആൻഡ് അബണ്ടൻസ് ആൻഡ് ഹാപ്പിനെസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായാലും ഇവിടെ അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ രണ്ടാളും ആദ്യം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ആദ്യം ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും.
നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിൽ വർക്ക് ഉണ്ടായിട്ടുണ്ടാച്ചാലും ഇവിടെ ഒരു പാച്ചപ്പ് ഉണ്ടാവും. ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഒരു കുറെ ഇൻഡിപെൻഡന്റ് എനർജിയാണ് 9 ഓഫ് പെന്റിക്കിൾസ്. രണ്ടാളുടെയും വ്യൂ പോയിന്റ് ഒരു റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് ഉണ്ടാവണം എന്ന് അങ്ങനത്തെ ഒരു എനർജി അല്ല. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങളുടെ എനർജി മാത്രമാവാം, നിങ്ങളായിരിക്കും ഇൻഡിപെൻഡന്റ് ആയി കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവുക, ഓരൽസ് ഈ പേഴ്സന്റെ എനർജി ആയിരിക്കാം അത്. പക്ഷെ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആവുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഒരു നമ്മൾ ഒരു ഐന്റെ എനർജിയിൽ അല്ല, വിയുടെ അസിന്റെ എനർജിയിലാണ്. അപ്പൊ അത് ഞാൻ ഇവിടെ കാണുള്ളൂ. ഇത് എപ്പോഴും ഒരു എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം, ഞാൻ ഇത് ചെയ്യും. അപ്പോ ഇവിടെ ഒരു മ്യൂച്വൽ ആയി ഒരു ഡിസിഷൻ ഇല്ല, ഒരു മ്യൂച്വൽ ഒരുമിച്ച് വരണ എനർജി ഞാൻ കാണില്ല. അതാണ് ഇവിടെ പ്രശ്നം. ഓക്കെ, ആൻഡ് മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ കമ്മിറ്റ്മെന്റ് ഫോബിക് ആയിരിക്കും. നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യണ്ടെന്ന് ഒരു ഫീലിംഗ് ഉണ്ടാവും. പറഞ്ഞാൽ നിങ്ങൾ റെഡി അല്ല ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കാം, ഈ പേഴ്സന്റെ സൈഡിൽ നിന്നായിരിക്കാം. ഇവിടെ കരിയറിന്റെ കാര്യത്തിലും കൂടുതൽ പ്രയോറിറ്റി കരിയറിനാണ്, റിലേഷൻഷിപ്പിലല്ല. അപ്പോൾ അതുകൊണ്ടും ഇവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറച്ചൊരു ഈ മാസം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇതിനെ ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മേ ബി ഈ മാസം നിങ്ങൾ രണ്ടാൾക്കും കരിയർ വൈസ് ബിസി മന്ത് ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ രണ്ടാൾക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അത്ര സമയമില്ല. അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ സെപ്പറേഷൻ ഇപ്പോ കാണുന്നത്. പക്ഷെ ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് കാണാം. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പേഴ്സണിനെ ഒരു സ്റ്റേബിൾ എനർജി ആയിട്ടാണ് കാണുന്നത്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സന്റെ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു സമയത്തിന്റെ എനർജിയാണ്. ആക്ച്വലി ഈ പേഴ്സൺ ഈ സമയത്ത് ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണ്. അവർക്ക് അറിയില്ല ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേന്ന്. എന്നുവെച്ചാൽ ഇപ്പോ തൽക്കാലം ഇവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാച്ചാലും അവര് ഹാർട്ട് ബ്രോക്കൺ ആണ്. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ സമയം നിങ്ങളുടെ അഗൻസ്റ്റ് ആണ്. ഓക്കെ, ഈ സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണച്ചാലും ഞാൻ പറഞ്ഞ മാതിരി ചില ബ്ലോക്സ് ഉണ്ട്, കരിയറിന്റെ കാര്യങ്ങളുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ രണ്ടാൾക്കും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ പേഴ്സണ് കുറെ ഒരു അവർ ഡിസപ്പോയിന്റഡ് ആണ്. അതിന്റെ കാരണം നിങ്ങളുടെ എനർജിയിൽ ഏസ് ഓഫ് പെന്റിക്കിൾസ്, 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ ഈ പേഴ്സണിനെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. ഇല്ലച്ചാൽ നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ടുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ അത്ര എഫേർട്ട് ഇടുന്നില്ല, അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഇത് മുമ്പോട്ട് പോവോ ഇല്ലേ, ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറച്ച് സീരിയസ് ആണോ അല്ലേ, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. അപ്പോൾ ഇവിടെ ഇന്റൻഷൻ അഗൈൻ നിങ്ങൾക്കൊരു ലവിങ് റിലേഷൻഷിപ്പ് വേണം. നിങ്ങൾ ഓപ്പൺലി ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് പറയണം എന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഇവിടെ ചാരിയറ്റ് ഉണ്ട്. ചില പോയിന്റിൽ നിങ്ങൾക്ക് ഈ പേഴ്സണിനെ മീറ്റ് ചെയ്യാൻ അവരുടെ അടുത്ത് പോകണം എന്നുണ്ട്. ട്രാവൽ, ഞാൻ പറഞ്ഞ മാതിരി ഇവർ കുറച്ച് ഡിസ്റ്റൻസിലാണ് താമസിക്കണ വെച്ചാൽ നിങ്ങൾക്ക് അവരുടെ അവിടെ പോയി ട്രാവൽ ചെയ്യണം. അങ്ങനത്തെ കുറെ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ കാര്യത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട്, ആ കോൺഫ്ലിക്റ്റിനെ തീരാൻ വേണ്ടിയിട്ട്, ആ കോൺഫ്ലിക്റ്റിനെ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ എഫേർട്ട് എടുക്കണം എന്നുണ്ട്. അവരുടെ കൂടെ പോയി സംസാരിച്ച് കാര്യങ്ങൾ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം. അങ്ങനത്തെ ഇന്റൻഷൻ ആണ് നിങ്ങളുടെ. പക്ഷെ ഈ പേഴ്സൺ അതിന് റെഡി അല്ല. എന്തോ ഈ പേഴ്സൺ ഒളിപ്പിക്കാൻ നോക്കണ്ടില്ല വെച്ചാൽ അവര് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഈ 7 ഓഫ് സോർഡ്സ് ഇവിടെ കിങ് ഓഫ് കപ്സ്. അപ്പോൾ കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ, ഈ പേഴ്സന്റെ സൈഡിൽ കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഇതൊരു ഡിവൈൻ മാച്ച് ആണ്. നിങ്ങൾ ഒരു പെർഫെക്റ്റ് ഡിവൈൻ കപ്പിൾ ആണ്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എല്ലാം
നിങ്ങളെ ഇടയ്ക്ക് പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇതൊരു ഡിവൈൻ മാച്ച് ആയതുകൊണ്ട് നിങ്ങൾ കോയിൻസിഡൻസ് അല്ല, നിങ്ങൾ മീറ്റ് ചെയ്തത് കോയിൻസിഡൻസ് അല്ല, ഇതൊരു ഡിവൈൻ പെയറിന്റെ എനർജിയാണ്. അപ്പോൾ ദൈവം നിശ്ചയിച്ചത് ആണ് ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, അവർക്ക് നിങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അവരുടെ അങ്ങനെ നേച്ചർ ആയിരിക്കും. അവർ മേ ബി ഇമോഷണലി അവർക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുണ്ട്, പക്ഷെ ആ ഒരു ഹെസിറ്റൻസി ഉണ്ടാവും. ചിലവർക്ക് കാര്യങ്ങൾ എങ്ങനെ പറയണ്ടെന്ന് അറിയുണ്ടാവില്ല. അവർ അത്ര കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കില്ല. അപ്പൊ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ആക്ഷൻ. 5 ഓഫ് കപ്സ് ഒരു ലോസിന്റെ എനർജിയാണ്. അപ്പൊ എവിടെയോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്തോ ബ്ലോക്ക് ഉണ്ടെന്ന്. നിങ്ങൾക്ക് ആ ഫീലിംഗ് ഉണ്ട്, ആ ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആണ്. നിങ്ങൾ എത്രയും എഫേർട്ട് ഇട്ടാലും ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങളൊന്നും ആക്ഷൻ എടുക്കാൻ പോണില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഈ പേഴ്സൺ റെഡി ആവുമ്പോൾ അവർ എന്തെങ്കിലും ആക്ഷൻ എടുത്തോട്ടെ എന്നായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സന്റെ എനർജിയിൽ 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ അവരുടെ എനർജി മൊത്തം ഒരു ഫിനാൻഷ്യൽ എനർജിയാണ്. അതുമാത്രമല്ല അവരുടെ എന്തെങ്കിലും ഫാമിലിയുടെ കാര്യം അവരുടെ പ്രയോറിറ്റി ആയിരിക്കും ഈ സമയത്ത്. പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളുടെ കൂടെ ഈ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ വരും. അവരാണ് ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ ഈ കാര്യം സോൾവ് ചെയ്യാൻ ഡെഫിനറ്റ്ലി വരും. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഡെഫിനറ്റ്ലി വരും, പക്ഷെ കുറച്ച് സമയം എടുക്കും. അതുമാത്രമല്ല അവരുടെ ലൈഫിൽ വേറെ ഫാമിലി മെമ്പേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഇവരുടെ ഫാമിലി മെമ്പർ അല്ല, ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. 10 ഓഫ് പെന്റിക്കിൾസ് ഫാമിലിയുടെ എനർജിയാണ്, പക്ഷെ ഇത് ഫിനാൻഷ്യൽ എനർജിയും കൂടിയാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ ഈ ബ്ലോക്ക് അവരുടെ സുഹൃത്തുക്കളായിരിക്കാം, ഇല്ല ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. പക്ഷെ ഇതിന്റെ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിലേ പറഞ്ഞ ഒരു ബ്ലോക്ക് ഇവരാണ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, ആൻഡ് അതിൻ്റെയും അതും ഒരു റീസൺ ആയിരിക്കാം. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നത് തന്നെ ഇവരുടെ കാരണം ആയിരിക്കാം, അതും ആവാം. അപ്പൊ ഔട്ട്കം നിങ്ങളുടെ പേജ് സോഡ്സ് ആണ്. പേജ് ഓഫ് സോഡ്സ് ഒരു ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ഏസ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. കുറെ പാഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷെ കുറെ ആൾക്കാർ ഇവിടെ ഇൻവോൾവ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. ഇപ്പൊ ഇവർ ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷെ ചിലവര് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് തരുന്നുണ്ടാവും ഈ പേഴ്സണെ കുറിച്ച്. നിങ്ങൾ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവും, ഓൺലൈൻ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇവരുടെ സോഷ്യൽ മീഡിയനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അതിന്റെ കാരണം കുറെ ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നുണ്ട്, കുറെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതിന്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോൾ സെപ്പറേഷൻ ആണ്. ഇവിടെ ഡെത്ത് ഉണ്ട്. അപ്പോൾ ഡെത്ത് ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. പക്ഷെ ചില കേസസിൽ ഇതൊരു ചേഞ്ചിന്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഈ മാസം. അപ്പൊ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാർ ഇതിൽ കുറെ ഇന്റർഫിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇവിടെ സ്കോർപിയോ എനർജി ഉണ്ട്, ലിയോ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ ഉണ്ട്. ഓക്കെ, ഇതാണ് മേജർ സൈൻസ്. ഐ വിൽ വെയിറ്റ് ഫോർ എ സൈൻ ഫ്രം യു. അപ്പൊ ഈ പേഴ്സൺ എന്തോ ഒരു സൈനിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യണത്? നിങ്ങളുടെ സൈഡിന് എന്തെങ്കിലും മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഐ ലവ് യു. അപ്പൊ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ലവ് ഉണ്ട്. ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. ആൻഡ് ഇവിടെ ഉണ്ട് വി വിൽ ബി ടുഗെദർ അഗൈൻ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഡെഫിനറ്റ്ലി എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ട് ഈ സമയത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊരു ടെമ്പററി സെപ്പറേഷൻ ആണ് എന്നാണ് എനിക്ക് ഫീൽ ആവണത്. പക്ഷെ നമ്മൾക്ക് അറിയില്ല, എല്ലാവർക്കും വേറെ വേറെ മാതിരി ആയിരിക്കും. ഇത് കുറെ ആൾക്കാർ കാണുന്ന വീഡിയോസ് ആണ്. അപ്പോ ഒരു കൃത്യമായി ഒരു ഔട്ട്കം തരാൻ ഡിഫിക്കൾട്ടാണ്. എന്നുവെച്ചാൽ ഇത്രയും ആൾക്കാർ വീഡിയോ കാണുമ്പോൾ കുറെ എനർജീസ് ഇവിടെ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്താൽ കുറച്ചുകൂടിയും ക്ലാരിറ്റി കിട്ടും. ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അത് നിങ്ങളുടെ സൈൻ ആണ്.
കമ്മിറ്റ്മെന്റ്, തിങ്സ് ആർ ഗെറ്റിംഗ് സീരിയസ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞ മാതിരി ടെമ്പററി ആയിരിക്കാം, ഇത് ഡെഫിനറ്റ്ലി മുമ്പോട്ട് പോവും. ഗാംബ്ലിംഗ് ഇഷ്യൂസ് ഇവിടെ കാണാണ്ട്. മേ ബി ഈ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സന്റെ ചില ഫിനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടാവാം. ഗാംബ്ലിംഗ് എന്ന് വെച്ചാൽ അവർ ഗാംബിൾ ചെയ്യണത് അല്ല, മേ ബി അവരുടെ ലൈഫിൽ വേറെ ആൾക്കാർ, ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഫിനാൻസസിനെ മിസ്മാനേജ് ചെയ്യുന്നുണ്ടാവും, അവരുടെ വർക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗോൾഡ് ഡിഗർ, they want your money being they want your money being used. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സന്റെ ലൈഫിൽ അവരുടെ കരിയറിലും കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി കുറെ ആൾക്കാരുണ്ട് അവരുടെ സൈഡിൽ. അപ്പൊ അവരെ എങ്ങനെയോ മാന്യൂപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കരിയറിന്റെ ത്രൂ. ഇല്ല വെച്ചാൽ പേഴ്സണലി എന്തോ ഒരു മാന്യൂപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പും അതിന്റെ കാരണം എഫക്റ്റ് ആവുന്നത്. ഇപ്പോ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന വെച്ചാൽ നിങ്ങൾക്ക് അറിയും ഞാൻ എന്താ പറയണെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.